ഒരു വ്യക്തി തന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സമ്മർദ്ദവും വിഷാദവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. ഉപ്പ് പോലെയാണ് വാക്കുകൾ. പാകത്തിനേ ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം, എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ഒരു മനുഷ്യന് സമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം അവൻ്റെ ബഹുമാനമല്ല, അത് അവൻ്റെ സമ്പത്തിൻ്റെ ബഹുമാനമാണ്. കൊടുക്കാൻ ശീലിച്ചവർക്കെല്ലാം ധാരാളം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഒന്നുമില്ലായ്മയുടെ വിഷമം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകൾ മാത്രമായിരിക്കും ആയുസ്സ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന അബദ്ധങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരു ആയുസ്സിൻ്റെ വലിപ്പം ഉണ്ടായി എന്ന് വരാം. ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യത ഉള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെയാൾ തനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല. വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും, പക്ഷേ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോകില്ല. വിജയത്തിനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഭംഗിയുള്ളവരൊക്കെ നന്മയുള്ളവർ ആകണമെന്നില്ല, പക്ഷേ നന്മയുള്ളവരൊക്കെ ഭംഗിയുള്ളവരാണ്. മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ലോകത്ത്, അത് സ്നേഹം മാത്രമാണ്. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും. അതുവരെ കരുതിയതൊന്നുമല്ല സത്യമെന്ന് കാലം കാണിച്ചു തരും. നിങ്ങൾ എന്തെങ്കിലും ജോലിക്കിറങ്ങുമ്പോൾ തോൽവിയെക്കുറിച്ച് ഭയക്കുകയോ അത് ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. സത്യസന്ധമായി ജോലി ചെയ്താൽ സന്തോഷം ലഭിക്കും. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നതിനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. അറിവ് ഒരു കൃഷിയിടമാണ്. നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല. ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടുക. ആർക്കും ആരെയും സ്നേഹിച്ചു മതിയാവില്ല. സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനുമാവില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നുകിൽ അതൊരു പുതിയ തുടക്കം ആയേക്കാം, അല്ലെങ്കിൽ അവസാനവും. അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ്. ബുദ്ധിമാനായ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. വിഡ്ഢി അതിൻ്റെ അടിമയായി മാറും. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവി കൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തനാവുക എന്നു കൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാകില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളുടെ മനസ്സിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുക എന്നതാണ്. നിങ്ങളുടെ ജീവിതം
നല്ല നല്ല അവസരങ്ങളിലൂടെയല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠരോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സമാനതകൾ ഇല്ലാത്തവരാണ്. ബന്ധങ്ങളുടെ വേരുകൾ ശക്തമെങ്കിൽ അകലം ഒരു പ്രശ്നമല്ല. വിശ്വാസം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പരസ്പര വിശ്വാസം ഇല്ലെങ്കിൽ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ കഴിയില്ല. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല.